നമസ്കാരം. ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ടോട്ടൽ സംവിധാനത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് പൊണ്ണത്തടി. കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളും, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിൽ ഒരു 40-ന് ശേഷം പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്, പല ശാരീരിക പ്രശ്നങ്ങളിലേക്ക് മാറുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രസവത്തിന് ശേഷം, ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം പൊണ്ണത്തടിയിലേക്ക് മാറുകയാണ്. ഇങ്ങനത്തെ എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു വേഷം ധരിച്ചൊരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിലോ പങ്കെടുക്കാനൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങൾ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ പലർക്കും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പൊണ്ണത്തടി കാരണം പലരും മുട്ടുവേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, ശരീരവേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലതരം ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഘട്ടം ഘട്ടമായി മാറുന്നുണ്ട് പല ആളുകളും. ഇതെന്താ ചെയ്യുക, ഈ മെലിയാൻ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പല ആളുകളും പല കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യും, 1-2 മാസമൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത് തൽക്കാലം ഒന്ന് തടി കുറയും, വീണ്ടും തടി കൂടും. ചിലരെന്ത് ചെയ്യും, സ്വയം ചികിത്സ തുടങ്ങും, സ്വയം ഒരു ഭക്ഷണ നിയന്ത്രണം തുടങ്ങും, സ്വയം എക്സസൈസൊക്കെ തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അതും ഘട്ടം ഘട്ടമായി പരാജയപ്പെടുകയാണ്. ഇത് ടോട്ടലി എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. അതായത് പ്രോബ്ലം ഇൻ അവർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോബ്ലം ഇൻ അവർ ലൈഫ്, പ്രോബ്ലം ഇൻ മലയാളീസ് ലൈഫ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശരീരഭാരം മലയാളികൾക്ക് കുറയാത്തതെന്ന് നോക്കാം നമുക്ക്. അതിൽ നമ്മൾ ചില തെറ്റായ ചിന്താഗതി, അതായത് ഈറ്റിംഗ് ലെസ് ഈസ് നോട്ട് എ വെയിറ്റ് ലോസ്. നമ്മളെന്ത് ചെയ്യും, ശരീരഭാരം കുറക്കാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം ഒരു നിയന്ത്രണം തുടങ്ങുക. എനിക്കെന്തെങ്കിലും ഒന്ന് മെലിയണം, അപ്പോൾ എന്ത് ചെയ്യാം, ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാൻ സ്വയം ചികിത്സ തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പല സമയത്തും ഭക്ഷണം കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ചില ദിവസം ഭക്ഷണം കൺട്രോൾ ചെയ്യും, അടുത്ത ദിവസം കൺട്രോൾ ചെയ്യില്ല. അങ്ങനെ പല രീതിയിൽ ഭക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യും. നമ്മളങ്ങനെ ഭക്ഷണം കുറച്ച് കഴിക്കാൻ പാടില്ല. ഭക്ഷണം കുറച്ച് കഴിച്ചാൽ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. ഈ ക്ഷീണം അനുഭവപ്പെട്ടാലും ശരീരത്തിന് വെയിറ്റ് ലോസ് എന്ന സംവിധാനം നടക്കാത്തൊരു പ്രശ്നമായിട്ട് മാറും. മറ്റൊന്നാണ് ഫിയർ ഓഫ് ഫുഡ്. നമുക്കറിയാം, ഈ തടി കൂടാനും നമ്മൾ അധികം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് തടി കൂടുന്നത് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഭക്ഷണത്തോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പേടിയായിരിക്കും. ചോറ് കഴിച്ചാൽ തടി കൂടുന്നു പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചാലും തടി കൂടുന്നു പലരും പറയാറ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചോറ് കാണുമ്പോൾ ഒരു പേടി, എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കും വേണം, അല്ലേ, ഭക്ഷണം കഴിക്കണം. അല്ലെ എന്ത് ചെയ്യും, ഓയിൽ പൊരിച്ചതൊന്നും കഴിക്കാൻ പാടുള്ളത് പലരും പറയാറുണ്ട്. അപ്പോൾ പൊരിച്ചത് നമ്മൾ എന്ത് ചെയ്യുക, കാണുമ്പോൾ ഒരു പേടി, പക്ഷെ നമ്മൾ അറിയാതെ കഴിക്കുക. ഇതും നമ്മൾ തെറ്റായ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് നമ്മളെ ഭക്ഷണത്തോടുള്ള പേടി, നമ്മൾ ഭക്ഷണത്തോട് ഇങ്ങനെ പേടി അനുഭവപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യും, മെലിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. എന്നാൽ സ്ട്രെസ്സ്, ടെൻഷൻ, പലർക്കും വീട്ടിൽ ഭയങ്കര സ്ട്രെസ്സാണ്, ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവും വീടുകളിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടുക. സ്ട്രെസ്സ് അതായത് ഒരു പ്രഷർ, ഇത് ഇന്ന വർക്കിൽ ഇന്ന സമയത്ത് ചെയ്യണം എന്നൊരു പ്രഷറുകൾ. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഈ സ്ട്രെസ്സ് അനുഭവപ്പെട്ടാൽ നമ്മൾ തടി കൂടും. അങ്ങനെ സംഭവം വെച്ചാൽ സ്ട്രെസ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണുകളും വർക്ക് ചെയ്യും. അത് ഘട്ടം ഘട്ടമായി നമ്മളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പൊതുവേ മലയാളികൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. മലയാളികളുടെ സ്ട്രെസ് എന്താണ്, പലർക്കും കടമായിരിക്കും സ്ട്രെസ് ഉണ്ട്, കടം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള സ്ട്രെസ് ഉള്ളതുണ്ട്, അല്ലെങ്കിൽ മിക്ക ആളുകൾക്കുള്ള കുടുംബ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാസികളാണ്. അപ്പോൾ പ്രവാസത്തിന് അകൽച്ചയിൽ നിന്നുള്ള സ്ട്രെസ്സുകളും വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ പ്രവാസികൾ, എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണെങ്കിൽ വീടും കാര്യങ്ങളും അല്ലെങ്കിൽ മക്കളെയൊക്കെ നോക്കി നടത്താൻ അമ്മമാർ ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് കൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറുന്നുണ്ട്. മറ്റൊന്ന് സ്ത്രീകൾ വരുന്നത് ആഫ്റ്റർ ഡെലിവറി. പല സ്ത്രീകളും കല്യാണത്തിന് മുമ്പ്, പല സുന്ദരികളായ പല സ്ത്രീകളും കല്യാണത്തിന് ശേഷം, പ്രസവത്തിന് ശേഷം ഒരു 2-3 മാസം കൊണ്ട് പെട്ടെന്ന് തടിക്കുന്നുണ്ട്. പ്രസവാനന്തര ഭക്ഷണ രീതിയിലൂടെ തടിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്നാണ് റോങ് എക്സസൈസ് മെത്തേഡ്. അത് മലയാളികൾ എന്ത് ചെയ്യും, നമ്മൾ പലകാലം ശ്രമിച്ചു നോക്കും, നമ്മൾ സ്വയം ശ്രമിച്ചു നോക്കും, നമുക്ക് എന്ത് ചെയ്യും, മെലിയാൻ വേണ്ടി സ്വന്തമായിട്ട് പല എക്സസൈസും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യുക, അല്ലാണ്ട് കൃത്യമായ നിർദ്ദേശത്തോടെ വേണം എക്സസൈസുകൾ ചെയ്ത് പോവാൻ. പിന്നെ മറ്റൊരു കാര്യം മലയാളികൾക്കുള്ള കാര്യമാണ് കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി ഒന്ന് താരതമ്യം ചെയ്യും. ഇപ്പം ഞാനും എൻ്റെ അനിയനും, അല്ലെങ്കിൽ ഞാനും എൻ്റെ അനിയത്തിയും, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ഒരേ പ്രായമാണ്, ഞാനും അവനും തമ്മിൽ എന്താ ഹെൽത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ തടിച്ചിട്ടാണല്ലോ, അവൻ മെലിഞ്ഞിട്ടാണല്ലോ, അവൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. കമ്പയർ വിത്ത്, അതായത് ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ആരുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ആളുകളെല്ലാവരും വ്യത്യസ്തരാണ്.
ആളുകളെല്ലാവരും വ്യത്യസ്തമാണ്, ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പ്രോബ്ലം, അപ്പോൾ ഈ മലയാളികളുടെ ഈ പ്രോബ്ലം, അതായത് ശരീരഭാരം കൂടുക എന്നുള്ള ഈ പ്രോബ്ലം, ഇത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ പ്രോബ്ലം അത് നിങ്ങളുടെ പ്രശ്നമല്ല. ദിസ് പ്രോബ്ലം ഈസ് നോട്ട് യു, അതായത് ഇത് നിങ്ങളുടെ പ്രശ്നമല്ലത്. ദിസ് പ്രോബ്ലം ഈസ് എ റോങ് മെത്തേഡ്. നിങ്ങൾ റോങ് മെത്തേഡ്, തെറ്റായ രീതികൾ, തെറ്റായ ശീലങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മെത്തേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ റിസൾട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രം ടുഡേ അണ്ടർസ്റ്റാൻഡ് ദ ബോഡി. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.